നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിക്കറ്റ് മൈതാനത്ത് റെക്കോർഡുകൾ പിറക്കാറുണ്ട്, സെഞ്ചുറികൾ ആഘോഷിക്കപ്പെടാറുണ്ട്. എന്നാൽ ചില ഇന്നിംഗ്സുകൾ റെക്കോർഡുകളുടെ പുസ്തകത്തിൽ ഇടം പിടിച്ചില്ലെങ്കിലും ആരാധകരുടെ ഹൃദയത്തിൽ എക്കാലവും നിലനിൽക്കും. അത്തരമൊരു മാസ്മരിക ഇന്നിംഗ്സിനും അതിലുപരി ഹൃദയഹാരിയായ ഒരു നിലപാടിനുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ. ക്രിക്കറ്റ് ലോകത്ത് ഏതൊരു ബാറ്ററുടെയും സ്വപ്നമാണ് 100 എന്ന മാന്ത്രിക സംഖ്യ. എന്നാൽ ആ മൂന്നക്ക സംഖ്യയേക്കാൾ തിളക്കമുള്ളത് ടീമിന്റെ വിജയമാണെന്ന് സഞ്ജു തന്റെ പ്രവൃത്തിയിലൂടെയും വാക്കുകളിലൂടെയും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. മൈതാനത്ത് ആവേശത്തിന്റെ അലയൊലികൾ ഉയരുമ്പോൾ ഗാലറികൾ സഞ്ജുവിന്റെ ഒരു സെഞ്ചുറിയുടെ പൂർണ്ണതയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ വ്യക്തിഗത നേട്ടത്തിന് പിന്നാലെ പോകാതെ ടീമിന്റെ ലക്ഷ്യത്തിന് മുൻഗണന നൽകുന്ന ഒരു നായകനെയാണ് നമ്മൾ അവിടെ കണ്ടത്. 100കൾ എപ്പോഴും സ്പെഷ്യൽ തന്നെയാണ്, അത് നേടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്ന് സഞ്ജു പറയുമ്പോൾ അതിലൊരു കായിക താരത്തിന്റെ സ്വാഭാവികമായ മോഹമുണ്ട്. പക്ഷേ ആ മോഹത്തെക്കാൾ വലുത് തന്റെ കൂടെ പൊരുതുന്ന പങ്കാളി താളവും ടീമിന്റെ വിജയവുമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. തന്റെ സെഞ്ചുറി പൂർത്തിയാക്കാൻ അല്പം സ്വാർത്ഥനാകേണ്ടി വരുമായിരുന്നു എന്ന സഞ്ജുവിന്റെ തുറന്നു പറച്ചിൽ അത്യന്തം ഹൃദ്യമാണ്. തന്റെ വ്യക്തിഗത നേട്ടത്തിനായി പന്തുകൾ പാഴാക്കാതെ മറുവശത്ത് തകർപ്പൻ ഫോമിൽ കളിക്കുന്ന പങ്കാളിക്ക് ആത്മവിശ്വാസം നൽകി കളി ജയിപ്പിക്കാനാണ് സഞ്ജു ശ്രമിച്ചത്. വ്യക്തിപരമായ റെക്കോർഡുകൾക്ക് പിന്നാലെ പോകുന്നവർക്കിടയിൽ ടീമിന്റെ വിജയത്തിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷമാണ് യഥാർത്ഥ സംതൃപ്തിയെന്ന് സഞ്ജു അടിവരയിടുന്നു. ഒരു നായകൻ എങ്ങനെയാകണം എന്നതിന്റെ നേർചിത്രമായി ആ ഇന്നിംഗ്സ്. സഞ്ജുവിന്റെ മാനസികാവസ്ഥ ഇവിടെ പ്രശംസനീയമാണ്. താൻ പരാജയപ്പെട്ടാലും ടീം ജയിക്കണമെന്ന ചിന്താഗതിയുള്ള അപൂർവം താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. ഇനിയും മത്സരങ്ങൾ വരാനുണ്ട്, ആ 100 എന്നെ തേടി വന്നേക്കാം എന്ന വാക്കുകളിൽ ആത്മവിശ്വാസവും അതേസമയം വിനയവും നിഴലിക്കുന്നു. തന്റെ കഴിവിൽ പൂർണ്ണ വിശ്വാസമുള്ള എന്നാൽ ഒട്ടും അഹങ്കാരമില്ലാത്ത ഒരു പോരാളിയുടെ മനസ്സാണത്. റെക്കോർഡുകളുടെ പുസ്തകത്തിലല്ല, മറിച്ച് ആരാധകരുടെ ഹൃദയത്തിലാണ് താൻ സ്ഥാനം പിടിക്കേണ്ടതെന്ന് സഞ്ജു വീണ്ടും തെളിയിച്ചു. മലയാളിക്ക് സഞ്ജു വെറുമൊരു കളിക്കാരനല്ല, വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട വീര്യത്തിന്റെയും സഹപ്രവർത്തകരുടെ വളർച്ചയിൽ സന്തോഷം കണ്ടെത്തുന്ന വലിയ മനസ്സിന്റെയും പ്രതീകമാണ്. 100 റൺസ് എടുക്കുന്നതിനേക്കാൾ വലിയൊരു പാഠം, ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പാഠം അദ്ദേഹം ആ പച്ചപ്പുൽ മൈതാനത്ത് ബാക്കിവെച്ചു. ആ ബാറ്റിംഗ് ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ സ്കോർ ബോർഡിൽ ഒരു സെഞ്ചുറി കുറിക്കപ്പെട്ടില്ലായിരിക്കാം, പക്ഷേ ഒരു യഥാർത്ഥ നായകന്റെ ഹൃദയഹാരിയായ ഇന്നിംഗ്സ് അവിടെ പൂർത്തിയാക്കപ്പെട്ടിരുന്നു. വ്യക്തിഗത മൈൽ സ്റ്റോണുകളെക്കാൾ ടീമിന്റെ റൺ റേറ്റിനും വിജയത്തിനും മുൻഗണന നൽകുന്നു. മറുവശത്ത് നിൽക്കുന്ന താരം നന്നായി കളിക്കുമ്പോൾ സ്ട്രൈക്ക് കൈമാറി അവർക്ക് കൂടുതൽ അവസരം നൽകാനുള്ള മനസ്സ്, പരാജയങ്ങളെയും വിജയങ്ങളെയും ഒരുപോലെ കാണാനുള്ള പക്വത. സഞ്ജുവിന്റെ ഈ നിലപാടിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഒരു സെഞ്ചുറി നേടുന്നതിനേക്കാൾ വലിയ കാര്യമാണോ ടീമിന് വേണ്ടി അത് വേണ്ടെന്ന് വെക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ആവേശകരമായ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്